നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകും. ചില ആളുകൾ മണിക്കൂറുകളോളം സംസാരിക്കും, എന്നാൽ അവരുടെ സംസാരം അവസാനിക്കുമ്പോൾ തന്നെ ആളുകൾ അവരെ മറക്കുന്നു. എന്നാൽ വളരെ കുറച്ചുമാത്രം സംസാരിക്കുന്ന ചിലരുണ്ട്, പക്ഷെ അവർ പറയുന്ന ചില വാക്കുകൾ വർഷങ്ങളോളം ആളുകളുടെ മനസ്സിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും. അവർ ശബ്ദമുയർത്തി സംസാരിക്കാറില്ല, എങ്കിലും അവരുടെ സാന്നിധ്യം ആ അന്തരീക്ഷത്തെയാകെ മാറ്റുന്നു. എല്ലാ ചർച്ചകളിലും അവർ തങ്ങളുടെ അഭിപ്രായം പറയാറില്ല, എങ്കിലും അവർ സംസാരിക്കുമ്പോൾ ആളുകൾ നിശബ്ദരായി കേൾക്കുന്നു. അപ്പോൾ മനസ്സിൽ ഒരു ചോദ്യമുയരും: എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുറച്ച് സംസാരിക്കുന്നത് തന്നെയാണോ ശക്തി? അതോ കുറച്ച് സംസാരിക്കുന്നതിനു പിന്നിൽ മനുഷ്യനെ അസാധാരണനാക്കുന്ന എന്തെങ്കിലും ആന്തരിക അവസ്ഥ മറഞ്ഞിരിപ്പുണ്ടോ? ഇതാണ് ഈ വിഷയത്തിന്റെ അടിസ്ഥാനം. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ശക്തരാകും. അതിനർത്ഥം നിങ്ങൾ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണം എന്നല്ല, നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തണമെന്നോ എപ്പോഴും നിശബ്ദനായിരിക്കണമെന്നോ അല്ല. ഇതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിന്റെ യജമാനനാകരുത്, മറിച്ച് നിങ്ങളുടെ വിവേകം നിങ്ങളുടെ വാക്കുകളുടെ യജമാനനാകണം എന്നതാണ്. കാരണം നിങ്ങളുടെ വാക്കിന്മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കുന്ന ആ ദിവസം തന്നെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള യാത്രയും നിങ്ങൾ ആരംഭിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ ശബ്ദമല്ല, അവന്റെ ആത്മനിയന്ത്രണമാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരാൾക്കും ദേഷ്യത്തിൽ പലതും പറയാൻ കഴിയും. ആവേശത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ ആർക്കും കഴിയും. ഏതൊരാൾക്കും സ്വന്തം നേട്ടങ്ങളുടെ വലിയൊരു പട്ടിക തന്നെ നിരത്താനാകും. എന്നാൽ സംസാരിക്കാൻ കഴിവുണ്ടായിട്ടും ശരിയായ സമയത്തിനായി കാത്തിരിക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ്. ആ കാത്തിരിപ്പാണ് ശക്തി. ആ ക്ഷമയാണ് ശക്തി. ഒരു സാധാരണക്കാരനും പക്വതയുള്ള വ്യക്തിക്കും ഇടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം സൃഷ്ടിക്കുന്ന ഗുണമാണിത്. കാരണം സംസാരിക്കുക എന്നത് എളുപ്പമാണ്, എന്നാൽ എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദനാകണമെന്നും അറിയുന്നതാണ് ബുദ്ധി. മിക്ക ആളുകളും വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് വാക്കുകളുടെ മേൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങളിൽ ചെന്നുപെടുന്നതെന്ന് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയാത്ത വാക്കുകൾ പറഞ്ഞുപോയതുകൊണ്ട് മാത്രം എത്രയോ ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. ചിന്തിക്കാതെ പ്രതികരിച്ചതുകൊണ്ട് മാത്രം എത്രയോ സൗഹൃദങ്ങളാണ് അവസാനിക്കുന്നത്. സമയത്തിനു മുൻപേ സ്വന്തം പദ്ധതികളോ ആശയങ്ങളോ തീരുമാനങ്ങളോ വെളിപ്പെടുത്തിയതുകൊണ്ട് മാത്രം എത്രയോ അവസരങ്ങളാണ് കൈവിട്ടുപോകുന്നത്. അതിനാൽ പ്രശ്നം സംസാരിക്കുന്നതിലല്ല, ബോധമില്ലാതെ സംസാരിക്കുന്നതിലാണ് പ്രശ്നം. ഇവിടെയാണ് ഈ വിഷയത്തിന്റെ ആദ്യത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ രഹസ്യം വെളിപ്പെടുന്നത്. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ കേൾക്കും, എത്രത്തോളം കൂടുതൽ കേൾക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകും. മിക്ക ആളുകളും ശരിക്കും ആശയവിനിമയം നടത്തുന്നില്ല. തങ്ങൾക്ക് സംസാരിക്കാനുള്ള ഊഴം വരുന്നതും കാത്തിരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അവർ കേൾക്കുന്നത് കുറവാണ്, മറുപടി തയ്യാറാക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ശരിക്കും കേൾക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തി ആളുകളുടെ വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വികാരങ്ങളെപ്പോലും മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അവൻ വാചകങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, അവൻ മനസ്സാണ് കേൾക്കുന്നത്. മനസ്സ് വായിക്കാൻ പഠിച്ചവന്റെ തീരുമാനങ്ങളും കൂടുതൽ വ്യക്തതയുള്ളതായിത്തീരും. കുറച്ചു സംസാരിക്കുന്നത് വഴി നിങ്ങളുടെ മാനസിക ഊർജ്ജമാണ് ആദ്യം സംരക്ഷിക്കപ്പെടുന്നതെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ വാക്കും കാറ്റിൽ ലയിച്ചുപോവുകയല്ല ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യത്തിൽ നിന്നുകൂടിയാണ് പുറത്തുവരുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ, എല്ലാ തർക്കങ്ങളിലും ഇടപെട്ടാൽ, എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകുകയും എല്ലാവരെയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഊർജ്ജം പതുക്കെ തീർന്നുപോകും. എന്നാൽ ഏത് കാര്യങ്ങളിലാണ് സംസാരിക്കേണ്ടതെന്നും ഏതൊക്കെ കാര്യങ്ങളാണ് സമയത്തിന് വിട്ടുകൊടുക്കേണ്ടതെന്നും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് മുമ്പത്തേക്കാളും ശാന്തമാകും. ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്ന ആ ഊർജ്ജം പതുക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. കുറച്ചു സംസാരിക്കുന്നത് ആളുകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നുവെന്നും പതിയെ വ്യക്തമാകും. നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ മറ്റേയാൾ കൂടുതൽ തുറന്ന് സംസാരിക്കുന്നു. അവർ അവരുടെ ചിന്തകൾ പറയുന്നു, ശീലങ്ങൾ വെളിപ്പെടുത്തുന്നു, അവരുടെ ഭയവും ആഗ്രഹങ്ങളും അറിയാതെ തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാൽ ബുദ്ധിമാനായൊരു വ്യക്തി കുറച്ച് സംസാരിക്കുന്നത് അയാൾക്ക് വാക്കുകളോട് പ്രിയമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നിരീക്ഷിക്കാനുള്ള കഴിവിന്റെ മൂല്യം അയാൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. കൂടുതൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തിക്ക് ആശയക്കുഴപ്പങ്ങൾ കുറവായിരിക്കും. മറ്റൊരു ആഴത്തിലുള്ള സത്യം കൂടിയുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് തങ്ങളെത്തന്നെ എപ്പോഴും തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകളാണ്. ഞാൻ വളരെ ബുദ്ധിമാനാണ്, ഞാൻ വളരെ വിജയശ്രീലാളിതനാണ്, ഞാൻ വളരെ ശക്തനാണ് എന്ന് ഓരോ നിമിഷവും ഒരാൾക്ക് പറയേണ്ടി വന്നാൽ അയാളുടെ വാക്കുകൾ തന്നെ അയാളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥ വെളിപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കഴിവുള്ള വ്യക്തിയുടെ ആത്മവിശ്വാസം ശാന്തമായിരിക്കും. അയാൾ സ്വന്തം ശക്തി പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറില്ല, അയാൾ അത് ജീവിച്ചു കാണിക്കുന്നു. അതുകൊണ്ടാണ് അയാളുടെ കുറഞ്ഞ വാക്കുകൾ പോലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നത്.
കുറച്ച് സംസാരിക്കുന്നതുകൊണ്ട് മറ്റൊരു അത്ഭുതകരമായ നേട്ടമുള്ളതായും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികരണവും മറുപടിയും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. പ്രതികരണം പെട്ടെന്നുണ്ടാകുന്നതാണ്, എന്നാൽ മറുപടി വിവേകത്തിൽ നിന്നാണ് വരുന്നത്. പ്രതികരണം വികാരങ്ങളുടെ നിയന്ത്രണത്തിലാണ്, മറുപടിയാകട്ടെ അവബോധത്തിന്റെ നിയന്ത്രണത്തിലാണ്. സംസാരിക്കുന്നതിനു മുമ്പ് നിങ്ങൾ കുറച്ച് നിമിഷങ്ങൾ നിർത്തുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാൻ നിങ്ങൾക്കൊരവസരം ലഭിക്കുന്നു. ഈ വാക്കുകൾ സാഹചര്യത്തെ മെച്ചപ്പെടുത്തുമോ, അതോ എന്റെ ഈഗോയെ തൃപ്തിപ്പെടുത്തുക മാത്രമാണോ ചെയ്യുക? ഈ ചെറിയ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലെ എണ്ണമറ്റ സംഘർഷങ്ങളെ ഇല്ലാതാക്കും. മറ്റൊരു സൂക്ഷ്മമായ കാര്യവുമുണ്ട്. കുറച്ച് സംസാരിക്കുകയെന്നാൽ നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുക എന്നല്ല അർത്ഥമാക്കുന്നത്. ഏതെങ്കിലും ബന്ധത്തിൽ വ്യക്തമായ ആശയവിനിമയം ആവശ്യമാണെങ്കിൽ സംസാരിക്കുക. ഏതെങ്കിലും അനീതിയെ എതിർക്കേണ്ടതുണ്ടെങ്കിൽ ധൈര്യത്തോടെ സംസാരിക്കുക. പ്രിയപ്പെട്ട ഒരാൾക്ക് നിങ്ങളുടെ സ്നേഹമോ പിന്തുണയോ ക്ഷമയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും സംസാരിക്കുക. എന്നാൽ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളിലും അനാവശ്യ തർക്കങ്ങളിലും ഓരോ ക്ഷണികമായ പ്രതികരണങ്ങളിലും നിങ്ങളുടെ വാക്കുകൾ പാഴാക്കരുത്. കാരണം പണത്തിന്റെ മൂല്യം ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് അറിയാവുന്നതുപോലെ വാക്കുകളുടെ മൂല്യം പക്വതയുള്ള ഒരു വ്യക്തിക്ക് നന്നായി അറിയാം. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം ശക്തരാകുമെന്ന് മനുഷ്യർ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ആളുകൾ നിങ്ങളെ ഒരു ദുരൂഹ വ്യക്തിത്വമായി കാണുമെന്നതല്ല ഇതിന് കാരണം. ഇതിന്റെ യഥാർത്ഥ കാരണം നിങ്ങളുടെ മനസ്സ് ചിതറിപ്പോകുന്നത് അവസാനിക്കും എന്നതാണ്. നിങ്ങളുടെ ഊർജം സംരക്ഷിക്കപ്പെടും. നിങ്ങളുടെ ശ്രദ്ധ പുറമേയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മാറി ഉള്ളിലെ വ്യക്തതയിലേക്ക് തിരിയും. ഉള്ളിൽ വ്യക്തത ജനിക്കുമ്പോൾ മാത്രമേ പുറത്ത് സ്വാധീനമുണ്ടാകൂ. അതിനാൽ ശക്തിയെന്നത് വാക്കുകളുടെ എണ്ണത്തിലല്ല, ആ വാക്കുകൾക്ക് പിന്നിലുള്ള ചൈതന്യത്തിലാണ് കുടികൊള്ളുന്നത്. ഈ വിഷയത്തിന്റെ അടുത്ത ആഴത്തിലുള്ള തലം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം കുറച്ച് സംസാരിക്കുക എന്നത് മാത്രം പോരാ, മനുഷ്യർ എന്തിനാണ് ഇത്രയധികം സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. അംഗീകാരം ലഭിക്കാനുള്ള ആഗ്രഹം അവനെ എങ്ങനെ ദുർബലനാക്കുന്നുവെന്നും സ്വന്തം ശബ്ദത്തേക്കാൾ ക്ഷമയും മൗനവും സ്വഭാവവും വലിയ സ്വാധീനമായി മാറുന്ന തരത്തിലുള്ള ആന്തരിക സ്ഥിരത എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. തന്റെ ഏറ്റവും വലിയ സ്വാധീനം തന്റെ ശബ്ദമല്ല, തന്റെ ക്ഷമയും മൗനവും സ്വഭാവവുമാണെന്ന് തിരിച്ചറിയുന്ന ആന്തരിക സ്ഥിരത ഒരു മനുഷ്യൻ വളർത്തിയെടുക്കുമ്പോൾ അവൻ യഥാർത്ഥ ശക്തിയുടെ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. കാരണം അപ്പോൾ അവൻ തന്റെ വാക്കുകൾ കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല, അവൻ തന്റെ ജീവിതം കൊണ്ട് അവരെ പ്രചോദിപ്പിക്കുന്നു. ഈ വ്യത്യാസമാണ് വളരെ കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവനാണ് ഏറ്റവും സ്വാധീനമുള്ളവൻ എന്നാണ് മിക്ക ആളുകളും വിശ്വസിക്കുന്നത്. എന്നാൽ ചരിത്രവും ജീവിതവും വ്യക്തമാക്കുന്നത് വാക്കുകളേക്കാൾ പ്രവൃത്തികളെ സംസാരിക്കാൻ അനുവദിച്ചവരാണ് പലപ്പോഴും ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്നാണ്. മനുഷ്യൻ തന്നെക്കുറിച്ച് എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം അവൻ അറിയാതെ തന്നെ സ്വന്തം ശക്തി പുറത്തേക്ക് വിതറുകയാണ് ചെയ്യുന്നതെന്ന് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ എല്ലാവരോടും സ്വന്തം പദ്ധതികൾ പറയുന്നു. അവന്റെ ദൗർബല്യങ്ങൾ തുറന്നു പറയുന്നു. അവന്റെ ഓരോ പ്രതികരണങ്ങളും അവൻ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ശാന്തമായി പക്വത പ്രാപിക്കാൻ കഴിയുന്ന ഒന്നും തന്നെ അവന്റെ ഉള്ളിൽ പതുക്കെ ഇല്ലാതാകുന്നു. ഇതിനു വിപരീതമായി ആദ്യം തന്നെ മനസ്സിലാക്കുകയും പിന്നീട് സാഹചര്യം നിരീക്ഷിക്കുകയും അതിനുശേഷം മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ വാക്കുകൾക്ക് പ്രത്യേകതരം ഭാരമുണ്ടാകും. കാരണം ആ വാക്കുകൾ ആവേശത്തിൽ നിന്നല്ല, അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെയാണ് ഈ വിഷയത്തിന്റെ രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രഹസ്യം വെളിപ്പെടുന്നത്. കുറച്ച് സംസാരിക്കുക എന്നത് കേവലം സംസാരത്തിന്റെ മാത്രം പരിശീലനമല്ല, അത് മനസ്സിന്റെ പരിശീലനമാണ്. എപ്പോഴും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിനെ നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നാവിനെ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളെ കൂടി നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥ ശക്തി. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വ്യക്തി ലോകത്തെ നിയന്ത്രിക്കാൻ എത്ര ശ്രമിച്ചാലും ഒടുവിൽ പരാജയപ്പെടും. എന്നാൽ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചവനെ ബാഹ്യസാഹചര്യങ്ങൾ അധികം ബാധിക്കില്ല. അമിതമായി സംസാരിക്കുന്ന ശീലം പലപ്പോഴും ഉള്ളിലെ എന്തെങ്കിലും പോരായ്മയുടെ സൂചനയാണെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് ആളുകൾ നമ്മളെ അംഗീകരിക്കണമെന്നോ നമ്മുടെ ബുദ്ധി കാണണമെന്നോ നമ്മളെ പ്രധാനപ്പെട്ടവരായി കരുതണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങളുടെ ആത്മാഭിമാനം ഉള്ളിൽ നിന്ന് ശക്തമാകുന്ന ആ നിമിഷം മുതൽ നിങ്ങളെത്തന്നെ എപ്പോഴും തെളിയിക്കാനുള്ള ആഗ്രഹം കുറയാൻ തുടങ്ങും. എല്ലാവരും നിങ്ങളെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾക്ക് ആശങ്കയുണ്ടാകില്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നതിലായിരിക്കും പിന്നീട് നിങ്ങളുടെ ശ്രദ്ധ. ഈ മാറ്റം നിങ്ങളെ ഉള്ളിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു. കുറച്ച് സംസാരിക്കുന്ന വ്യക്തി കൂടുതൽ പഠിക്കുന്നുവെന്നും പതുക്കെ വ്യക്തമാകും. കാരണം പഠനം എപ്പോഴും കേൾക്കുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും സ്വന്തം കാര്യങ്ങൾ പറയുന്ന തിരക്കിലാണെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തു പഠിക്കും? ജീവിതത്തിന്റെ സൂചനകൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ആളുകളുടെ സ്വഭാവം നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും?
അതുകൊണ്ട് ബുദ്ധിമാനായ ഒരാൾ സംഭാഷണങ്ങളിൽ മറുപടി നൽകാൻ വേണ്ടി മാത്രമല്ല ഇരിക്കുന്നത്, അയാൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഈ കല പഠിക്കുന്നവന്റെ തീരുമാനങ്ങൾ മുമ്പത്തേക്കാളും വ്യക്തതയുള്ളതായിത്തീരും. ആഴത്തിലുള്ള മറ്റൊരു സത്യം കൂടിയുണ്ട്. ഓരോ വാക്കിനും ഒരു വിലയുണ്ട്. എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ചെലവാക്കിയാൽ ശരിക്കും പ്രധാനപ്പെട്ട ഒരു നിമിഷം വരുമ്പോൾ നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം കുറഞ്ഞുപോകും. ഒരാൾ എപ്പോഴും ഉച്ചത്തിൽ സംസാരിച്ചാൽ അയാളുടെ ശബ്ദം പതിയെ സാധാരണമായി തോന്നുന്നതുപോലെയാണിത്. എന്നാൽ അത്യാവശ്യ സമയത്ത് മാത്രം സംസാരിക്കുന്ന വ്യക്തിയുടെ വാക്കുകൾ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിനാൽ കുറച്ച് സംസാരിക്കുക എന്നത് വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ല, അത് സ്വന്തം വാക്കുകളെ മൂല്യമുള്ളതാക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ കരുത്തരായ ആളുകൾ എല്ലാ വെല്ലുവിളികൾക്കും പെട്ടെന്ന് മറുപടി നൽകില്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും അവരെ പ്രകോപിപ്പിച്ചാൽ അവർ ആദ്യം സാഹചര്യം വിലയിരുത്തും. ആരെങ്കിലും അവരെ അപമാനിച്ചാൽ അവിടെ പ്രതികരിക്കേണ്ടതുണ്ടോ എന്ന് അവർ ആദ്യം മനസ്സിലാക്കും. ആരെങ്കിലും അവരെ വിമർശിച്ചാൽ അതിൽ പഠിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് അവർ ആദ്യം നോക്കും. ഈ ചെറിയൊരു ഇടവേള അവരെ ജനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. കാരണം മിക്ക ആളുകളും പ്രതികരണങ്ങളിലാണ് ജീവിക്കുന്നത്. എന്നാൽ പക്വതയുള്ളവർ ബോധപൂർവമായ തീരുമാനങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. മറ്റൊരു സൂക്ഷ്മമായ കാര്യം കൂടിയുണ്ട്. കുറച്ച് സംസാരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഭയപ്പെട്ടു എന്നല്ല. പലപ്പോഴും ഏറ്റവും വലിയ ധൈര്യം എന്നത് മറുപടി നൽകാൻ നിങ്ങൾക്ക് പൂർണ്ണ കഴിവുണ്ടായിട്ടും നിങ്ങൾ മൗനം തിരഞ്ഞെടുക്കുന്നതാണ്. കാരണം ഈ തർക്കം ആരെയും മെച്ചപ്പെടുത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. മറുവശത്ത് സത്യം സംരക്ഷിക്കാനോ ഒരാളുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാനോ അല്ലെങ്കിൽ അനീതിക്കെതിരെ നിൽക്കാനോ സംസാരിക്കേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്. അതിനാൽ ശക്തി മൗനത്തിൽ മാത്രമല്ല, ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലാണ്. ഈ വിവേകമാണ് കുറച്ച് സംസാരിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷണം. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം ശക്തരാകും എന്ന് പതുക്കെ മനസ്സിലാകും. ഇതിന് കാരണം ആളുകൾ നിങ്ങളെ ദുരൂഹതയുള്ളവരായി കാണുമെന്നല്ല. ഇതിന്റെ കാരണം നിങ്ങളുടെ ചൈതന്യം ചിതറുന്നത് അവസാനിക്കുമെന്നാണ്. അനാവശ്യ തർക്കങ്ങളിൽ നിങ്ങളുടെ ഊർജം പാഴാകില്ല. നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെക്കാൾ നിങ്ങളുടെ ലക്ഷ്യത്തോട് ചേർന്നു നിൽക്കും. മനസ്സ് ലക്ഷ്യത്തോട് ചേരുമ്പോൾ മാത്രമേ എത്ര വലിയ കാര്യങ്ങളും ശാന്തമായി ചെയ്യാൻ കഴിയുന്ന ആ ശക്തി അതിൽ രൂപപ്പെടുകയുള്ളൂ. ഈ വിഷയത്തിന്റെ അടുത്ത ആഴത്തിലുള്ള തലം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം കുറച്ച് സംസാരിക്കുക എന്നത് മാത്രമല്ല മനുഷ്യനെ ശക്തനാക്കുന്നത്. മൗനം എങ്ങനെയാണ് പതുക്കെ ആത്മവിശ്വാസമായും തീരുമാനമെടുക്കാനുള്ള കഴിവായും വ്യക്തിത്വത്തിന്റെ ആഴമായും മാറുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ആളുകളുടെ ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടിവരില്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവം തന്നെ അതിന് കാരണമാകും. മൗനം പതുക്കെ ആത്മവിശ്വാസവും കഴിവും വ്യക്തിത്വവുമായി മാറുമ്പോൾ യഥാർത്ഥ ശക്തി പുറത്ത് കാണാനാവില്ലെന്നും അത് ഉള്ളിലാണ് അനുഭവപ്പെടുന്നതെന്നും മനുഷ്യൻ ആദ്യമായി തിരിച്ചറിയുന്നു. കാരണം അപ്പോൾ താൻ എത്ര ബുദ്ധിമാനാണെന്നോ എത്ര കഴിവുള്ളവനാണെന്നോ എത്ര പരിചയസമ്പന്നനാണെന്നോ തെളിയിക്കേണ്ട ആവശ്യമില്ല. തന്റെ കഴിവ് യഥാർത്ഥമാണെങ്കിൽ അതിന് വാക്കുകളുടെ ഊന്നുവടി ആവശ്യമില്ലെന്ന് അയാൾക്കറിയാം. അയാളുടെ പ്രവൃത്തികളും പെരുമാറ്റവും തീരുമാനങ്ങളും തന്നെ അയാളുടെ വ്യക്തിത്വത്തിന്റെ അടയാളമായി മാറും. മൗനം ഒരു അഭിനയമല്ലാതാകുകയും അത് സ്വഭാവമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. സംസാരിക്കുന്നതിലല്ല, മറിച്ച് സംസാരിച്ചതിനു ശേഷം പശ്ചാത്തപിക്കുന്നതിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഊർജം നഷ്ടപ്പെടുത്തുന്നതെന്ന് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷത്തെ ദേഷ്യം, വികാരാവേശത്തോടെയുള്ള ഒരു അഭിപ്രായം, അനാവശ്യമായ ഒരു തർക്കം അല്ലെങ്കിൽ ചിന്തിക്കാതെ പറഞ്ഞ ചില വാക്കുകൾ വർഷങ്ങളുടെ വിശ്വാസം തകർത്തേക്കാം. പിന്നീട് മനുഷ്യൻ വീണ്ടും വീണ്ടും ചിന്തിക്കും, ആ സമയത്ത് ഞാനൊന്ന് നിർത്തിയിരുന്നെങ്കിൽ, ഞാൻ പെട്ടെന്ന് മറുപടി നൽകിയില്ലായിരുന്നുവെങ്കിൽ. ഇതുകൊണ്ടാണ് പക്വതയുള്ള വ്യക്തി ആദ്യം തന്റെ മനസ്സിനെ ശാന്തമാക്കുന്നത്. അതിനുശേഷമേ സ്വന്തം വാക്കുകളെ പുറത്തുവരാൻ അനുവദിക്കൂ. കാരണം ഒരിക്കൽ പുറത്തുവന്ന വാക്കുകൾ തിരികെ എടുക്കാനാവില്ലെന്ന് അവർക്കറിയാം. അവ ഒന്നുകിൽ ബന്ധങ്ങൾ സ്ഥാപിക്കും, അല്ലെങ്കിൽ അവയെ തകർക്കും. ഈ വിഷയത്തിന്റെ മൂന്നാമത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ രഹസ്യം ഇവിടെയാണ് വെളിപ്പെടുന്നത്. സ്വന്തം സംസാരത്തെ നിയന്ത്രിക്കുന്ന വ്യക്തി പതുക്കെ തന്റെ വികാരങ്ങളുടെയും യജമാനനാകാൻ തുടങ്ങുന്നു. സംസാരം കേവലം വാക്കുകളുടെ ഒഴുക്കല്ല, അത് മനസ്സിന്റെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. മനസ്സ് അസ്ഥിരമാണെങ്കിൽ വാക്കുകളും അസ്ഥിരമായിരിക്കും. മനസ്സിൽ ഭയമുണ്ടെങ്കിൽ വാക്കുകളിൽ അസ്വസ്ഥതയുണ്ടാകും. മനസ്സ് ഈഗോ നിറഞ്ഞതാണെങ്കിൽ വാക്കുകളിൽ കാഠിന്യമുണ്ടാകും. എന്നാൽ മനസ്സ് ശാന്തമാണെങ്കിൽ കുറച്ച് വാക്കുകൾ പോലും ആഴത്തിലുള്ള വ്യക്തത നൽകും. അതിനാൽ മൗനം ശീലിക്കുന്നത് യഥാർത്ഥത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനമാണ്. കുറച്ച് സംസാരിക്കുന്ന വ്യക്തിക്ക് സാഹചര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ കാണാൻ കഴിയുമെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ തങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന തിരക്കിലായിരിക്കുമ്പോൾ അവൻ ആളുകളുടെ പെരുമാറ്റം നിരീക്ഷിക്കുകയായിരിക്കും. ആരാണ് സത്യം പറയുന്നതെന്നും ആരാണ് സ്വാധീനം ചെലുത്താൻ മാത്രം ശ്രമിക്കുന്നതെന്നും ആരാണ് ഉള്ളിൽ അരക്ഷിതരായിരിക്കുന്നതെന്നും ആരാണ് യഥാർത്ഥത്തിൽ സമനിലയിലുള്ളതെന്നും അവൻ മനസ്സിലാക്കുന്നു.
ഈ നിരീക്ഷണം ധൃതി പിടിക്കാത്ത തീരുമാനങ്ങളെടുക്കാൻ അവനെ പ്രാപ്തനാക്കുന്നു. ജീവിതത്തിലെ ശരിയായ തീരുമാനങ്ങൾ പലപ്പോഴും വേഗത്തിലുള്ള ചിന്തകളിൽ നിന്നല്ല, ആഴത്തിലുള്ള വിവേകത്തിൽ നിന്നാണ് വരുന്നത്. മനുഷ്യൻ തന്റെ പ്രതികരണങ്ങളിൽ എത്രത്തോളം നിയന്ത്രണം നേടുന്നുവോ അത്രത്തോളം ആളുകൾക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നതും പതിയെ വ്യക്തമാകും. കേവലം 2 കടുത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവൻ നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഭാഗം സ്വന്തം കയ്യിലെടുത്തിരിക്കുന്നു. ഒരാൾക്ക് കേവലം പ്രശംസ കൊണ്ട് നിങ്ങളെ ഈഗോയിൽ മുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണം ഇപ്പോഴും പുറത്താണ്. എന്നാൽ ഓരോ വാക്കിനും മറുപടി നൽകേണ്ട ആവശ്യമില്ലെന്നും എല്ലാ പ്രകോപനങ്ങളോടും പ്രതികരിക്കേണ്ടതില്ലെന്നും ഓരോ വിമർശനത്തെയും സ്വന്തം ആത്മാഭിമാനവുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി ഉള്ളിലേക്ക് മടങ്ങാൻ തുടങ്ങും. ഈ ആന്തരിക സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ കരുത്ത്. മറ്റൊരു സത്യം കൂടിയുണ്ട്. ലോകത്തിൽ പലരും വാക്കുകൾ കൊണ്ട് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സ്വാധീനം ചെലുത്തുന്നുള്ളൂ. വ്യത്യാസം ഇത്രമാത്രം: ആദ്യത്തെ കൂട്ടർ ആളുകൾ തങ്ങളെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ആദ്യം ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ സ്വാഭാവികമായ വിനയം വരും. എല്ലാ ചോദ്യങ്ങൾക്കും തനിക്ക് ഉത്തരമറിയാം എന്ന മിഥ്യാധാരണ അയാൾക്കുണ്ടാവില്ല. അയാൾ പഠിക്കാൻ തയ്യാറായിരിക്കും. എപ്പോഴും പഠിക്കുന്ന വ്യക്തി മാത്രമേ തുടർച്ചയായി വളരുകയുള്ളൂ. മൗനത്തിന്റെ ഏറ്റവും മനോഹരമായ ഫലം അത് മനുഷ്യനെ ഉള്ളിൽ നിന്ന് ലഘുവാക്കുന്നു എന്നതാണ്. നിങ്ങൾ എല്ലാ തർക്കങ്ങളിലും ഇടപെടാതിരിക്കുമ്പോൾ, ഓരോ വിമർശനങ്ങൾക്കും മറുപടി നൽകാതിരിക്കുമ്പോൾ, എല്ലാവരെയും മാറ്റാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യ ഭാരം കുറയാൻ തുടങ്ങും. ജീവിതം വളരെ ചെറുതാണെന്നും ഊർജം വളരെ വിലപ്പെട്ടതാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. അതിനാൽ യഥാർത്ഥത്തിൽ മാറ്റം സാധ്യമാകുന്നിടത്ത് മാത്രമേ അത് ഉപയോഗിക്കാവൂ. ഈ തിരിച്ചറിവ് പതുക്കെ നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകുന്നു. മാനസിക സമാധാനത്തേക്കാൾ വലിയ ശക്തി ലോകത്തിൽ വളരെ കുറവാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. കുറച്ച് സംസാരിക്കുക എന്നത് ഒരിക്കലും വികാരങ്ങളെ അടിച്ചമർത്തലല്ല. പ്രിയപ്പെട്ട ഒരാളോട് നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. ഒരു ബന്ധത്തിൽ സത്യസന്ധമായ ആശയവിനിമയം ആവശ്യമാണെങ്കിൽ വ്യക്തമായി സംസാരിക്കുക. ഏതെങ്കിലും അനീതിക്കെതിരെ നിൽക്കണമെങ്കിൽ ധൈര്യത്തോടെ ശബ്ദമുയർത്തുക. എന്നാൽ അവിടെ കേവലം ഈഗോയുടെ പോരാട്ടമാണെങ്കിൽ, സ്വയം ശരിയാണെന്ന് തെളിയിക്കാനുള്ള മത്സരമാണെങ്കിൽ, അവിടെ മൗനം തിരഞ്ഞെടുക്കുന്നത് ബലഹീനതയല്ല, പക്വതയാണ്. കാരണം എല്ലാ യുദ്ധങ്ങളും ജയിക്കേണ്ട ആവശ്യമില്ല. പല യുദ്ധങ്ങളും ഉപേക്ഷിക്കുന്നത് തന്നെ ജീവിതത്തിലെ വലിയൊരു വിജയമാണ്. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം ശക്തരാകും എന്ന് മനുഷ്യർ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ഇതിന്റെ യഥാർത്ഥ അർത്ഥം വാക്കുകളുടെ എണ്ണം കുറയ്ക്കുക എന്നല്ല, വാക്കുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ അനുഭവത്തിൽ നിന്ന് വരുമ്പോൾ, നിങ്ങളുടെ മൗനം ആത്മവിശ്വാസത്തിൽ നിന്ന് ജനിക്കുമ്പോൾ, നിങ്ങളുടെ സംസാരത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ പെരുമാറ്റം സംസാരിക്കുമ്പോൾ, ആളുകൾ നിങ്ങളെ വെറുതെ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ നിങ്ങളെ ബഹുമാനിക്കാനും തുടങ്ങും. ഇന്നത്തെ ബഹളമയമായ ലോകത്ത് വളരെ അപൂർവമായൊരു സ്ഥിരത നിങ്ങളുടെ ഉള്ളിൽ അവർ കാണുന്നതുകൊണ്ടാണിത്. ഈ വിഷയത്തിന്റെ അവസാനത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ തലം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം ആത്യന്തികമായി മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി കുറച്ച് സംസാരിക്കുന്നതിലല്ല, മറിച്ച് അവന്റെ മൗനം ഭയമല്ല, ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറുന്ന അവസ്ഥയിലെത്തുന്നതിലാണ്. അവിടെ അയാളുടെ വാക്കുകൾ വെറുമൊരു പ്രതികരണമല്ല, മറിച്ച് അവബോധത്തിൽ നിന്നാണ് വരുന്നത്. സ്വയം നിയന്ത്രണം നേടിയവന് ലോകത്തെ സ്വാധീനിക്കാൻ ഒരിക്കലും ഉച്ചത്തിലുള്ള ശബ്ദം ആവശ്യമില്ലെന്ന് അയാളുടെ വ്യക്തിത്വം തന്നെ തെളിയിക്കുന്നു. മൗനം ഭയമല്ലാതാകുകയും ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ മനുഷ്യനെത്തുമ്പോൾ മാത്രമേ അവനിൽ യഥാർത്ഥ ശക്തി ജനിക്കുകയുള്ളൂ. കാരണം അപ്പോൾ സംസാരിക്കുന്നതിനു മുമ്പ് ആളുകൾ എന്നെ എങ്ങനെ കാണുമെന്നല്ല അവൻ ചിന്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും മൂല്യമുണ്ടോ എന്നാണ് അവൻ നോക്കുന്നത്. അതേ എന്നാണ് ഉത്തരമെങ്കിൽ അവൻ പൂർണ്ണ ധൈര്യത്തോടെ സംസാരിക്കും. അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവൻ നിശബ്ദനായിരിക്കും. തീരുമാനമെടുക്കാനുള്ള ഈ കഴിവ് അവനെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. കാരണം ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ വാക്കുകൾക്ക് പിന്നാലെ ഓടുന്നു. എന്നാൽ പക്വതയുള്ള വ്യക്തി തന്റെ ലക്ഷ്യത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നു. ലക്ഷ്യം വ്യക്തമായ വ്യക്തിയുടെ സംസാരം സ്വയമേവ നിയന്ത്രിക്കപ്പെടും. ഇരുപക്ഷവും അവസാന വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രം ലോകത്ത് പല പോരാട്ടങ്ങളും നീണ്ടുപോകുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ആരും പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ആരും മിണ്ടാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. താനാണ് ശരിയെന്ന് തെളിയിക്കാനാണ് എല്ലാവർക്കും താൽപ്പര്യം. എന്നാൽ ജീവിതത്തിന് അതിശയകരമായ ഒരു നിയമമുണ്ട്. എല്ലാ തർക്കങ്ങളിലും ജയിക്കുന്ന വ്യക്തി ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. മൗനം പാലിക്കുന്ന ഓരോ വ്യക്തിയും തോൽക്കുന്നുമില്ല. ഈ തർക്കം എന്റെ സമാധാനത്തേക്കാൾ പ്രധാനമല്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആ നിമിഷത്തിലായിരിക്കും പലപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഈ തീരുമാനം ഭീരുത്വമല്ല, മറിച്ച് ആന്തരിക പക്വതയുടെ തെളിവാണ്.
ഈ വിഷയത്തിന്റെ നാലാമത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ രഹസ്യം ഇവിടെയാണ് മുന്നിൽ വരുന്നത്. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. കാരണം ഓരോ അനാവശ്യ വാക്കും നിങ്ങളുടെ മാനസിക ഊർജ്ജത്തിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ടുപോകുന്നു. ദിവസം മുഴുവൻ ആളുകളെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനും വിമർശനങ്ങൾക്ക് മറുപടി നൽകാനും ഓരോ ചെറിയ കാര്യങ്ങൾക്കും പ്രതികരിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിതം ശരിക്കും മാറ്റിമറിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദിവസാവസാനം നിങ്ങളുടെ ഉള്ളിൽ ഊർജ്ജം അവശേഷിക്കില്ല. അതുകൊണ്ട് സമർത്ഥനായ ഒരു വില്ലാളി തന്റെ അമ്പുകൾ ഉപയോഗിക്കുന്നതുപോലെ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്റെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നു. അവൻ അവ എല്ലാ ദിശയിലേക്കും തൊടുത്തുവിടില്ല. ശരിക്കും ആവശ്യമുള്ളിടത്ത് മാത്രമേ അവ ഉപയോഗിക്കൂ. ആളുകളുടെ യഥാർത്ഥ സ്വഭാവം കാണാനുള്ള കഴിവ് മൗനം നിങ്ങൾക്ക് നൽകുമെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ കൂടുതൽ സംസാരിക്കും. അവർ സ്വന്തം ചിന്തകൾ തുറന്നു പറയുന്നു, തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നു, സ്വന്തം സ്വഭാവം പരിചയപ്പെടുത്തുന്നു. 1000 ചോദ്യങ്ങൾ ചോദിച്ചാലും അറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും കേവലം ശാന്തമായി കേൾക്കുന്നതിലൂടെ വ്യക്തമാകും. അതിനാൽ മൗനം നിങ്ങളെ ശാന്തനാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നിങ്ങളെ ജാഗരൂകനുമാക്കുന്നു. ജാഗ്രതയുള്ള ഒരു വ്യക്തി വളരെ ചുരുക്കം ചില തെറ്റായ ആളുകളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. വളരെ കുറച്ച് തെറ്റായ തീരുമാനങ്ങൾ മാത്രമേ അയാൾ എടുക്കൂ. പിന്നീട് പശ്ചാത്തപിക്കേണ്ടിവരുന്ന സാഹചര്യങ്ങളിൽ ചെന്നുപെടുന്നതും വളരെ കുറവായിരിക്കും. കുറച്ചു സംസാരിക്കുന്നത് വൈകാരികമായി നിങ്ങളെ അജയ്യനാക്കുമെന്നും പതിയെ വ്യക്തമാകും. ആരെങ്കിലും നിങ്ങളെ പ്രശംസിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അതിൽ വീഴാതിരിക്കുക. ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകാതിരിക്കുക. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ബാഹ്യ സാഹചര്യങ്ങളുടെ അടിമയല്ലാതാകും. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. കാരണം ശക്തി എന്നാൽ മറ്റുള്ളവരെ മാറ്റുക എന്നല്ല, സ്വയം സ്ഥിരതയോടെ നിലനിൽക്കുക എന്നാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവന് മാത്രമേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. മറ്റൊരു സത്യം കൂടിയുണ്ട്. ഈ ലോകത്തിലൊരാൾ എത്രത്തോളം ഉള്ളിൽ ശൂന്യനാണോ അത്രത്തോളം അവൻ പുറമേ സംസാരിച്ചുകൊണ്ടിരിക്കും. ആളുകൾ തന്നെ കാണണമെന്നും കേൾക്കണമെന്നും അംഗീകരിക്കണമെന്നും അവൻ എപ്പോഴും ആവശ്യമായി തോന്നും. എന്നാൽ ഉള്ളിൽ നിന്ന് സംതൃപ്തനായ വ്യക്തിക്ക് എപ്പോഴും തന്റെ സാന്നിധ്യം അറിയിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ ആത്മവിശ്വാസം ശാന്തമാണ്. ജനക്കൂട്ടത്തിനിടയിലും ഏകാന്തതയിലും അയാൾ താനായി തന്നെ തുടരുന്നു. ഈ സ്ഥിരത അയാളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. കാരണം ആളുകൾ വാക്കുകൾ കൊണ്ട് കുറച്ചു സമയം മാത്രമേ സ്വാധീനിക്കപ്പെടുകയുള്ളൂ. എന്നാൽ സ്വഭാവം കൊണ്ട് ജീവിതകാലം മുഴുവൻ അവർ പ്രചോദിതരാകും. മൗനത്തിന് അതിശയകരമായ മറ്റൊരു സ്വാധീനം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുന്നു. മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഉടൻ മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നു, നിരീക്ഷിക്കുന്നു, ചിന്തിക്കുന്നു, പലപ്പോഴും മണിക്കൂറുകൾക്ക് ശേഷം മറുപടി നൽകുന്നു. ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും മറുപടി നൽകുക, ചിലപ്പോൾ മറുപടി നൽകേണ്ട ആവശ്യമില്ലെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ജീവിതത്തിലെ എണ്ണമറ്റ സംഘർഷങ്ങളെ ഈ ചെറിയ മാറ്റം ഇല്ലാതാക്കുന്നു. കാരണം ഒട്ടുമിക്ക പ്രശ്നങ്ങളും സാഹചര്യങ്ങളിൽ നിന്നല്ല, ധൃതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാന കാര്യം, കുറച്ച് സംസാരിക്കുക എന്നത് ഒരിക്കലും നിങ്ങളുടെ ചിന്തകളെ അടിച്ചമർത്തുക എന്നല്ല അർത്ഥമാക്കുന്നത്. സത്യം സംരക്ഷിക്കണമെങ്കിൽ, ഒരു നിരപരാധിക്കുവേണ്ടി നിലകൊള്ളണമെങ്കിൽ, സുപ്രധാനമായൊരു തീരുമാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടത് ആവശ്യമാണെങ്കിൽ അവിടെ മൗനം ഉചിതമായിരിക്കില്ല. അവിടെ വ്യക്തവും ധീരവുമായ സംസാരമാണ് ശരിയായ വഴി. അതുകൊണ്ട് യഥാർത്ഥ ശക്തി എപ്പോഴും സന്തുലിതാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. എപ്പോഴും സംസാരിക്കുന്നത് ബുദ്ധിയല്ല, അതുപോലെ എപ്പോഴും നിശബ്ദനായിരിക്കുന്നതും ബുദ്ധിയല്ല. ഏതു നിമിഷമാണ് മൗനം ആവശ്യമെന്നും ഏതു നിമിഷമാണ് സംസാരം കടമയായി മാറുന്നതെന്നും അറിയുന്നതിലാണ് ബുദ്ധി. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം ശക്തരാകും എന്ന് മനുഷ്യർ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ഇതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ ആളുകളിൽ നിന്ന് അകന്നുപോകണം എന്നല്ല. ഇതിനർത്ഥം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ അവബോധത്തിൽ നിന്ന് വരണം എന്നാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ വിവേകത്തോടെ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങളുടെ ഊർജ്ജം വിനിയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കുറവായിരിക്കും, എന്നാൽ അവയുടെ സ്വാധീനം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ സാന്നിധ്യം ശാന്തമായിരിക്കും, എന്നാൽ അതിന്റെ സ്വാധീനം ദീർഘകാലം നിലനിൽക്കും. നിങ്ങളുടെ വ്യക്തിത്വം സ്വന്തം ഉയരത്തെക്കുറിച്ച് വിളിച്ചു പറയാതെ തന്നെ ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു വലിയ മരം പോലെയായി മാറും. ഈ വിഷയത്തിന്റെ അവസാനത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ തലം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം ആത്യന്തികമായി ശക്തിയുടെ രഹസ്യം കുറഞ്ഞ വാക്കുകളിലല്ല, മനുഷ്യൻ തനിക്കുതന്നെ യജമാനനായി മാറുന്ന ആ ആന്തരിക ചൈതന്യത്തിലാണ് മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാളുടെ മൗനം ബലഹീനതയല്ലാതാകും, അത് അയാളുടെ ഏറ്റവും വലിയ കരുത്തായി മാറും. അയാളുടെ വാക്കുകൾ വെറുമൊരു പ്രകടനമല്ലാതാകും, അത് ഉത്തരവാദിത്തമായി മാറും. തന്റെ വാക്കിനുമേൽ അധികാരം നേടിയവൻ സ്വന്തം ഭാഗ്യത്തിന്റെ ദിശയിലേക്കും
നിയന്ത്രണം നേടാൻ തുടങ്ങുന്നു എന്ന സത്യത്തിന്റെ തെളിവായി അയാളുടെ ജീവിതം മുഴുവൻ മാറും. മനുഷ്യൻ തന്റെ വാക്കിന്മേൽ നിയന്ത്രണം നേടുമ്പോൾ അവൻ പതുക്കെ തന്റെ ഭാഗ്യത്തിന്റെ ദിശയിലേക്കും അധികാരം നേടാൻ തുടങ്ങുന്നു. കാരണം അപ്പോൾ അവന്റെ വാക്കുകൾ ശീലത്തിൽ നിന്നല്ല, ബോധത്തിൽ നിന്നാണ് വരുന്നത്. അവന്റെ മൗനം ഭയത്തിൽ നിന്നല്ല, ആത്മവിശ്വാസത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അവന്റെ സമാധാനം സാഹചര്യങ്ങളുടെ സംഭാവനയായിരിക്കില്ല, മറിച്ച് അവന്റെ ഉള്ളിൽ വികസിച്ച അവബോധത്തിന്റെ ഫലമായിരിക്കും. ഇതാണ് ഈ വിഷയത്തിന്റെ അവസാനത്തേതും ഏറ്റവും ആഴത്തിലുള്ളതുമായ സത്യം. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം ശക്തരാകും. ഇതിനർത്ഥം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ നിശബ്ദതയിലാണെന്നല്ല. എപ്പോൾ സംസാരിക്കണം, എത്ര സംസാരിക്കണം, ഏത് ഉദ്ദേശ്യത്തോടെ സംസാരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നൽകുന്ന ആ ആത്മനിയന്ത്രണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. ഈ കല പഠിച്ചവൻ തന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റാനുള്ള കലയും പഠിച്ചിരിക്കുന്നു. ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ വാക്കുകൾ കൊണ്ടല്ല, തങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് പഠിപ്പിക്കുന്നതെന്ന് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആളുകളെ മാറ്റാൻ ശ്രമിക്കുന്നില്ല. പകരം ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ അവർ ജീവിച്ചു കാണിക്കുന്നു. സത്യം പറയുക, സത്യസന്ധരായിരിക്കുക, ക്ഷമ കാണിക്കുക, അല്ലെങ്കിൽ പരിശീലനം ഉള്ളവരായിരിക്കുക എന്നെപ്പോഴും പറയേണ്ട ആവശ്യം അവർക്കില്ല. അവരുടെ ജീവിതം തന്നെ അതിനുള്ള തെളിവായി മാറും. ഇതുകൊണ്ടാണ് അവരുടെ മൗനം പോലും വിദ്യാഭ്യാസം നൽകുന്നത്. കാരണം സ്വഭാവം സംസാരിച്ചു തുടങ്ങുമ്പോൾ വാക്കുകളുടെ ആവശ്യം കുറയുന്നു. മറ്റൊരു ആഴത്തിലുള്ള സത്യം കൂടിയുണ്ട്. ജീവിതത്തിലെ ഭൂരിഭാഗം പശ്ചാത്താപങ്ങളും നമ്മൾ പറയാൻ പാടില്ലായിരുന്ന വാക്കുകൾ മൂലമാണുണ്ടാകുന്നത്. എന്നാൽ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ നിമിഷങ്ങളെയോർത്ത് വളരെ കുറച്ചുപേർ മാത്രമേ ഖേദിക്കാറുള്ളൂ. ഇതിന്റെ കാരണം വ്യക്തമാണ്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ വർഷങ്ങളോളം ഓർമ്മിക്കപ്പെടും. എന്നാൽ ക്ഷമയോടെ തിരഞ്ഞെടുക്കുന്ന മൗനം പലപ്പോഴും ബന്ധങ്ങൾ തകരുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. അതുകൊണ്ട് പക്വതയുള്ള ഒരു വ്യക്തി എല്ലാ തവണയും താൻ എന്തു പറയണം എന്നല്ല ചിന്തിക്കുന്നത്. തന്റെ വാക്കുകളുടെ അനന്തരഫലം എന്തായിരിക്കുമെന്നാണ് അവർ ആദ്യം ചിന്തിക്കുന്നത്. ഈ ദീർഘവീക്ഷണം അവരുടെ ശക്തിയായി മാറുന്നു. മൗനം മനുഷ്യനെ ശാന്തനാക്കുക മാത്രമല്ല, അവനെ സ്വതന്ത്രനാക്കുക കൂടി ചെയ്യുന്നുവെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഓരോ വിമർശനത്തിനും മറുപടി പറയേണ്ട ആവശ്യമില്ലാതാകുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ തടവുകാരനായി നിങ്ങൾ മാറില്ല. എല്ലാവർക്കും നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാതാകുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം ആളുകളുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത്. എല്ലാ സമയത്തും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കേണ്ടി വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പ്രശംസയിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നാണുണ്ടാകുന്നത്. ഈ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ ശക്തിയുടെ അടിസ്ഥാനം. കുറച്ചു സംസാരിക്കുന്ന വ്യക്തി കാലക്രമേണ കൂടുതൽ വിശ്വാസയോഗ്യനായി മാറുന്നുവെന്നും പതുക്കെ വ്യക്തമാകും. കാരണം ആ വ്യക്തി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ചുറപ്പിച്ചായിരിക്കുമെന്ന് ആളുകൾക്കറിയാം. അയാളുടെ വാക്കുകൾ ആവേശത്തിൽ നിന്നല്ല, അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ ജനപ്രീതി നേടാൻ വേണ്ടിയല്ല, മറിച്ച് ഉപയോഗപ്രദമാകാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ 100 വാക്കുകളേക്കാൾ സ്വാധീനം ഇത്തരം വ്യക്തികളുടെ ഒരു വാചകത്തിനുണ്ടാകുന്നത്. വാക്കുകളുടെ എണ്ണത്തിൽ നിന്നല്ല, അവയുടെ സത്യസന്ധതയിൽ നിന്നും ആഴത്തിൽ നിന്നുമാണ് മൂല്യമുണ്ടാകുന്നത്. മറ്റൊരു ആഴത്തിലുള്ള സത്യം, മൗനം എന്നതിനർത്ഥം പുറമേയുള്ള സമാധാനം മാത്രമല്ല, അത് ഉള്ളിലെ സമാധാനം കൂടിയാണ്. നിങ്ങൾ പുറമേ മിണ്ടാതിരിക്കുകയും എന്നാൽ ഉള്ളിൽ നിരന്തരം തർക്കിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് മറുപടി നൽകുകയും പഴയ സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൗനമല്ല. അനാവശ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കാൻ മനസ്സും പതുക്കെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ മൗനം ജനിക്കുന്നത്. ഓരോ കാര്യങ്ങളെയും വ്യക്തിപരമായി എടുക്കുന്നത് നിങ്ങൾ നിർത്തുമ്പോൾ, ഓരോ വിമർശനത്തെയും സ്വന്തം ആത്മാഭിമാനവുമായി ബന്ധിപ്പിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, എല്ലാ പ്രശംസകളെയും നിങ്ങളുടെ ഈഗോയ്ക്കുള്ള ഭക്ഷണമാകാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുമ്പോൾ, അപ്പോൾ മാത്രമേ ഒരു ബാഹ്യശബ്ദങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത സ്ഥിരത നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുകയുള്ളൂ. വാക്കുകൾ കുറയുകയും പ്രവൃത്തികൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ മാറ്റം സംഭവിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആളുകൾ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളിൽ നിന്നല്ല, നിങ്ങളുടെ സ്ഥിരതയിൽ നിന്നാണ് സ്വാധീനിക്കപ്പെടുന്നത്. അവർ നിങ്ങളുടെ ശബ്ദം കൊണ്ടല്ല, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണ് നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതില്ലാത്ത അവസ്ഥയാണിത്. ബഹുമാനം സ്വയമേവ ലഭിക്കാൻ തുടങ്ങുന്നു. കാരണം യഥാർത്ഥ ബഹുമാനം ഒരിക്കലും വാക്കുകൾ കൊണ്ട് നേടാനാവില്ല, അത് സ്വഭാവം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. മറ്റൊരു സൂക്ഷ്മമായ കാര്യം, കുറച്ച് സംസാരിക്കുക എന്നത് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കലല്ല. അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ഉദ്ദേശ്യം നൽകണം എന്നു മാത്രമാണ്. സ്നേഹം ആവശ്യമുള്ളിടത്ത് സ്നേഹത്തോടെ സംസാരിക്കുക. സത്യം ആവശ്യമുള്ളിടത്ത് വ്യക്തതയോടെ സംസാരിക്കുക. അനീതിയുണ്ടെങ്കിൽ അവിടെ ധൈര്യത്തോടെ സംസാരിക്കുക. എന്നാൽ അവിടെ കേവലം ഈഗോയുടെ പോരാട്ടമാണെങ്കിൽ അവിടെ മൗനം തിരഞ്ഞെടുക്കുക. കാരണം എല്ലാ ബഹളങ്ങളിലും പങ്കുചേരുന്നത് ബുദ്ധിയല്ല,
പലപ്പോഴും എല്ലാ ശബ്ദങ്ങൾക്കും മുകളിലായിരിക്കും ഉയർന്ന തലത്തിലുള്ള ബോധം നിലകൊള്ളുന്നത്. എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം ശക്തരാകും എന്ന് മനുഷ്യർ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ഇതിന്റെ യഥാർത്ഥ അർത്ഥം വാക്കുകളുടെ എണ്ണം കുറയ്ക്കുക എന്നല്ല, നിങ്ങളുടെ ചൈതന്യത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ശാന്തമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ സ്വയം തെളിയിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആത്മബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഷയായി മാറും. നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ സ്വഭാവം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശക്തി ഏതെങ്കിലും ബാഹ്യപദവിയെയോ പ്രശംസയെയോ അംഗീകാരത്തെയോ ആശ്രയിച്ചായിരിക്കില്ല. ചുരുക്കത്തിൽ ഈ മുഴുവൻ വിഷയവും ഒറ്റവാക്യത്തിൽ പറയുകയാണെങ്കിൽ അതിതായിരിക്കും: തന്റെ സംസാരത്തെ നിയന്ത്രിച്ചവൻ തന്റെ ഊർജ്ജത്തെ സംരക്ഷിക്കുന്നു, ഊർജ്ജം സംരക്ഷിച്ചവൻ തന്റെ മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്നു, മനസ്സിനെ സ്ഥിരപ്പെടുത്തിയവനെ ലോകത്തിലെ ഒരു സാഹചര്യത്തിനും എളുപ്പത്തിൽ പരാജയപ്പെടുത്താനാവില്ല. അതുകൊണ്ട് കുറച്ച് സംസാരിക്കുക എന്നത് ഒരു തന്ത്രമല്ല, അതൊരു തപസ്സാണ്. മൗനം എന്നത് അഭിനയമല്ല, അതൊരു ആന്തരിക പരിശീലനമാണ്. യഥാർത്ഥ ശക്തിയെന്നത് മറ്റുള്ളവരെ നിശബ്ദരാക്കുന്നതിലല്ല, മറിച്ച് തനിക്കുള്ളിൽ ഉയരുന്ന അനാവശ്യ ശബ്ദങ്ങളെ ശാന്തമാക്കുന്നതിലാണ്. ഈ മൗനം നിങ്ങളുടെ ഉള്ളിലേക്കിറങ്ങിച്ചെല്ലുന്ന ആ ദിവസം തന്നെ നിങ്ങളുടെ വ്യക്തിത്വം വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സ്വാധീനം ചെലുത്താൻ തുടങ്ങും. അതാണ് യഥാർത്ഥ ശക്തി. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ അവസ്ഥയിൽ മനുഷ്യൻ കേവലം വിജയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവനുള്ളിൽ നിന്ന് അചഞ്ചലനും ശാന്തനും ശരിക്കും ശക്തനുമായി മാറുന്നു.